അപൂർവ രോഗം ബാധിച്ച് ദുരിതം പേറുകയാണ് പഴയങ്ങാടി വെങ്ങരയിലെ ഇട്ടമൽ ഷൈജ. ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ വിഷമിക്കുന്ന ഷൈജയുടെ കുടുംബത്തിന് വെങ്ങര സേവാ ഭാരതിയുടെ ചികിത്സാ സഹായം നൽകി. നാഡീവ്യൂഹത്തെ ബാധിച്ച അപൂർവ രോഗമാണ് ഷൈജയുടെ ജീവിതം താളം തെറ്റിച്ചത്. പഠനത്തിൽ മിടുക്കിയായിരുന്ന ഷൈജയ്ക്ക് എംകോം പഠനം പൂർത്തിയായപ്പോഴാണ് രോഗം ബാധിച്ചത്. നാഡികൾക്കുണ്ടാകുന്ന തളർച്ച ശരീരത്തെ ആകെ ബാധിച്ചു. ചികിത്സ നടത്തി കുടുംബം സാമ്പത്തികമായി പാപ്പരായി. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി അമ്മ ഷൈജയെ ചികിത്സിച്ചു. ഇപ്പോഴും ചികിത്സ തുടരുകയാണ്. വിദഗ്ധ ചികിത്സ നടത്തിയാൽ ചിലപ്പോൾ അസുഖം ഭേദമാകും. എന്നാൽ ചികിത്സയ്ക്കാവശ്യമായ പണമില്ല. ഇപ്പോൾ താൽക്കാലിക ആശ്വാസമെന്ന നിലയിൽ മംഗലാപുരത്തെ ആശുപത്രിയിൽ നിന്ന് മരുന്നു നൽകുന്നുണ്ടെന്ന് ഷൈജയുടെ അമ്മ പറഞ്ഞു. 23 വയസ്സാണ്. രണ്ട് കൊല്ലം കൂടുമ്പോൾ ഓരോ ഭാഗം തരിപ്പും തളർച്ചയായിട്ട് വരുന്നു. അതിനെല്ലാം ചികിത്സ വലിയ വലിയ ചികിത്സ തന്നെ അന്നേരം നടത്തിനി. ഇപ്പം പിന്നെ അത്ര കഴിയുന്നില്ല. അതിനനുസരിച്ച് കുറെ 10-15 വർഷത്തിന് മുകളിലായി അസുഖം വന്നിട്ട്. അങ്ങനെ അതിനനുസരിച്ചിട്ടുള്ള വലിയ ചികിത്സ നടത്തണം എന്ന് പറഞ്ഞു. അമേരിക്കയിൽ നല്ല മരുന്ന് വെച്ചിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അതൊന്നും സാധിക്കാതുകൊണ്ട് ഡോക്ടർ തിരുവനന്തപുരം മുതൽ മംഗളാപുരം വരെ ചികിത്സിച്ചു. ഇപ്പം മംഗളാപുരത്തെയാണ് ചികിത്സ. പിന്നെ അവിടെ നിന്ന് നമുക്കനുസരിച്ചിട്ടുള്ള മരുന്ന് ഇപ്പം ഡോക്ടർ തന്നുകൊണ്ടിരിക്കുന്നു. കൊറിയറിൽ എത്തിക്കണം. ഷൈജയുടെ ചികിത്സാ ചെലവിലേക്ക് മാടായി സേവാഭാരതി സാമ്പത്തിക സഹായം നൽകി. സെക്രട്ടറി AV കുഞ്ഞിരാമൻ ചികിത്സാ സഹായം കൈമാറി. സേവാഭാരതി തുടങ്ങിയിട്ട് 8 മാസമായിരുന്നു. നമ്മൾ കൊറോണയുടെ ലോക്ക്ഡൌൺ കാലം മുതൽ ഇതുവരെ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഭക്ഷ്യവസ്തുക്കളും കിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് പഠിക്കാൻ TV-കൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഇതിപ്പം ഷൈജയുടെ കാര്യം അറിയുന്നത്. ഷൈജയ്ക്ക് ചികിത്സാ സഹായ ഫണ്ടായിട്ട് നമ്മൾ ഇന്നൊരു ചെക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നും ആരെങ്കിലും ഇന്നും പല സഹായങ്ങളും പല സ്ഥലത്തും വരാനുണ്ട്. അത് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത്. MV ചന്തു, വത്സല മോഹനൻ, D വത്സല, K ശകുന്തള, PK സതീശൻ എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, പഴയങ്ങാടി.